ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് മരണം സംഭവിച്ച ഒരാള്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ അമ്മ ഇപ്പൊ ഒരു 1.5 വർഷം മുമ്പ് ഷി ഹസ് ഗോൺ. അപ്പൊ ഞാനിപ്പോ ഒരു നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ എന്റെ അമ്മ അപ്പോഴും അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻസ് റീബർത്ത് എടുത്തിട്ടില്ല എങ്കിൽ, അപ്പൊ റീബർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ because it is in your awareness. Namah Shivaya. പിന്നെ ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഒരു റെപ്പറ്റീഷൻ കാണാൻ പറ്റും. ഒരു പർട്ടിക്കുലർ നമ്മൾ അതിന്റെ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു കാലയളവിൽ ചില രോഗങ്ങൾ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ മനോവിഭ്രാന്തികൾ ആവർത്തിക്കുന്നു. അങ്ങനെ പല റീസൺസും ആവാം. പിന്നെ അവരുടെ ഫാമിലിയില് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂന്ന് ഇങ്ങനെ ഹാം ചെയ്താല് അതേ ഇത് ഫോളോ ചെയ്യും ഈ ഫാമിലിയിൽ. അത് ഹാം ചെയ്ത ആളിനെ ഹീൽ ചെയ്യണം. അത്രയും ജനറേഷൻ ബാക്ക്വേർഡ്സ് പോയിട്ട് അതും റിഗ്രഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, പിന്നെ പല സംഗതികളും ഒരു കേഴ്സ് ആയിരിക്കും. ഇത് എസ്പെഷ്യലി ഇങ്ങനെ ഫാമിലിയില് വഴക്കുകളൊക്കെ ഉണ്ടാവില്ലേ, പ്രോപ്പർട്ടി ഒക്കെ എടുത്തിട്ട് വഴക്കൊക്കെ ഉണ്ടായാല് ആരെങ്കിലും കേഴ്സ് ചെയ്യും, നിങ്ങളുടെ ഫാമിലിയിൽ ഇനി ആൺകുട്ടികളുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒരു റീസൺ ഉണ്ട്. അപ്പൊ ഈ നാട്ടിൻപുറത്ത് സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഈ വിളിച്ചാവുക എന്ന് പറയും, അല്ലെ പ്രാക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും പവർഫുൾ ആണ്. വെരി പവർഫുൾ. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രാക്ക് എന്നൊക്കെ പറയുമ്പോൾ വിൽഫുൾ ആയിട്ട് ഒരാള് പറയണതാണ് നമ്മൾ പ്രാക്ക് എന്ന് പറയണത്. പക്ഷെ അത് വിൽഫുൾ ആവണം എന്നില്ല. അത് ഇറ്റ് ക്യാൻ ബി തോട്ട് ഫോം. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരാളെ ഇങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഒരു സ്ത്രീയുടെ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും ഹാം ചെയ്തു നോക്കൂ, ഈ ഫാമിലിയിലുള്ള ആള് ആ കുട്ടിയെ ഹാം ചെയ്തു നോക്കൂ, ആ അമ്മയുടെ ആ ഫീലിംഗ്, ഇമോഷൻ അത്രയ്ക്ക് ഡീപ്പായിരിക്കും. എന്റെ മോനെ ഇവര് ചെയ്തു. അത് തന്നെ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ പ്രാക്ക് വരും. That is the intensity of that emotion that lady is going through. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഭരണാധികാരികൾ പലർക്കും എന്തുമാത്രം കാർമിക് ലോഡിങ്. അവർക്ക് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് വേണം. അതുമല്ല എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണ്ടേ, കുറവ് വരുന്നില്ലല്ലോ. അവര് മെഡിസിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, പക്ഷെ ആക്ച്വൽ മെഡിസിൻ അവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ ആ അവയർനെസ് വരണം. ഇനിയെങ്കിലും ഞാനത് നിർത്തും. അല്ലാതെ ഇപ്പം മറ്റത് മാത്രം നോക്കിയിട്ട് കാര്യമല്ല. ഇത് പിന്നെ പണ്ടത്തെ കാത്തലിക് കൺഫെഷൻ മാതിരിയാണ്. അവിടെ കൺഫെഷൻ ബോക്സിൽ കയറി കൺഫെസ് ചെയ്തു, ഇത് നേരെ തിരിച്ചു വന്ന അതേ സംഗതി തന്നെ ചെയ്താല് അതിന് പിന്നെ കൺഫെസ് ചെയ്യാനേ ഒക്കുള്ളൂ. അപ്പോ മാഡത്തിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഈ പുരുഷനും സ്ത്രീയായിട്ട് ജനിക്കുന്നതിൽ എന്തെങ്കിലും കർമ്മയ്ക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും റോൾ? ഐ എം ഷുവർ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് കാരണം അത് ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മള് ഓരോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യണു ഈ ജന്മത്തിൽ ഞാൻ ആണായിട്ടാണ് ജനിച്ചത്, ഇനി എനിക്ക് പെണ്ണായിട്ട് ജനിച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ അത് പെണ്ണാവും. പിന്നെ ഒരു സംഗതി പറഞ്ഞാല്, ഇപ്പൊ ആണായിട്ടിരിക്കുമ്പം ഒരു പെണ്ണിനെ എന്തെങ്കിലും ഹാം ചെയ്തിരിക്കും, എന്തെങ്കിലും ചെയ്തിരിക്കും, അടിക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ മനസ്സില് ഡെപ്ത് ഓഫ് ഇമോഷൻ, ഇയാൾ ഇനി പെണ്ണായിട്ട് ജനിക്കട്ടെ എന്ന് വിചാരിച്ചാ മതി.
ഓ, അയാൾ പെണ്ണായിട്ട് oh, that's also a reason. ഇറ്റ് ഈസ് വെരി ഡീപ്. Oh, great, great. ദീസ് ഇമോഷൻസ് ആർ വെരി ഡീപ്. ശരിക്കും ശരി. അതുമല്ല ഇപ്പം പിന്നെ നമ്മളിപ്പം കർമ്മത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാള് പെണ്ണിനെ ഹാം ചെയ്തു. അപ്പൊ അത് ന്യൂട്രലൈസ് ചെയ്യണ്ടേ? അപ്പൊ പെണ്ണായിട്ട് ജനിച്ച് അതേ എക്സ്പീരിയൻസ് അയാള് ഫീൽ ചെയ്താലേ അയാൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ പല ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലാതെ എല്ലാവർക്കും ഒരേ ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു റൂളല്ല, റീസൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മള് പറഞ്ഞാല് പ്രോബ്ലം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യേണ്ട, കട്ട് ചെയ്യാം. ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയുന്നുണ്ടോ? അതും ഈ പറഞ്ഞ മാതിരി ഒരു ചോയ്സ് ആണ്. കാരണം അതിന് രണ്ട് തലങ്ങളിൽ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ പുരുഷനും സ്ത്രീയും ഈ രണ്ട് ഭാവങ്ങളും ദ്വന്ദ്വങ്ങളിൽ ഒരാളുടെ പെർഫെക്ഷൻ വരുമ്പോഴത്തേക്ക് അയാൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നു എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അത് അതാണ് അർദ്ധനാരീശ്വരന്റെ കോൺസെപ്റ്റ്. രണ്ടും 50-50 ആണ്. ഒന്ന് ശിവ, ഒന്ന് ശക്തി. അപ്പൊ അതാണ് നമ്മൾ ഈ പല ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിലും ഒരു മെയിൽ ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരു ഫെമിനൈൻ ഒരു പക്ഷെ അതുമാതിരി വരുമ്പോ ട്രാൻസ്ജെൻഡർ തന്നെ ആണെന്ന് നിർബന്ധമില്ല. You can be a male and still have female qualities and vice versa. That's okay, ma'am. പക്ഷെ പലരും ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം വേറൊരു രീതിയിലാണ് നോക്കി കാണുന്നത്. അപ്പൊ അവിടെ പക്ഷെ അവര് ക്ലെയിം ചെയ്യുന്നത് അർദ്ധനാരീശ്വരം എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ അത് രണ്ടും കൂടെ മിസ്മാച്ച് വരുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. I don't think so. എനിക്കതില് വലിയ ഒരു ബിലീഫ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ഓപ്പൺ ആയിട്ട് ആളുകൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം. ഇത് 50 കൊല്ലം മുമ്പ് എനിക്കറിയാം ഒരു ഫാമിലിയില് ട്രാൻസ്ജെൻഡർ അല്ല, പിന്നെ ഒരു ലെസ്ബിയൻ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ അറിയാം, എന്റെ വയസ്സുള്ള ആളാണ്. She was always a lesbian and she didn't hide it from society. She used to live with that partner. And it was in Calcutta. കേരളയിൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എഴുത്തുകാര് അവർക്കുണ്ടായ ഒരു പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ചുരുക്കം ആളുകളെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ ട്രാൻസ്ജെൻഡറും ലെസ്ബിയനും ഗേയും ഒക്കെ ആയാല് എല്ലാരും ഓപ്പൺ ആയിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു റൂൾ കൊണ്ടൊന്നും ഇവിടെ സ്റ്റോപ്പ് ചെയ്തത് തന്നെ അതുകൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ബിഫോർ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റഡ് ഹിയർ. പക്ഷെ ചില ട്രാൻസ്ജെൻഡർ പറയാൻ പറ്റില്ല, ദാറ്റ് ഇസ് ജെനറ്റിക്. പക്ഷേ പറഞ്ഞു വരുന്നത് ചോയ്സ് ആയിട്ട് വരുന്നതുകൊണ്ട് അതല്ല ആക്സിഡന്റൽ ആയിട്ട് സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ചോയ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ വളരെയേറെ പടർന്നു പിടിക്കുന്ന ഒരു സംഗതിയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസീസിനെ കാർമിക് ഇതുമായിട്ട് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? വളരെ കണക്ഷൻ ഉണ്ട്. അതിപ്പോ ഇറ്റ് ക്യാൻ ബി ആൻസെസ്ട്രൽ, ഇറ്റ് ക്യാൻ ബി ഫ്രം എ പാസ്റ്റ് ലൈഫ്, ഇറ്റ് ക്യാൻ ബി ഫ്രം ദിസ് ലൈഫ്. There are a lot of emotions attached to cancer. It can be anger, it can be resentment. ഇതൊക്കെ നമ്മൾ കൂടുതലാവുമ്പോൾ, മൈൻഡിൽ കൂടുതലാവുമ്പോൾ ബോഡിയിലോട്ട് എക്സ്പ്രഷൻസ് ഡ്രോപ്പ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ബിക്കംസ് ക്യാൻസർ. സോ ആ ഇമോഷൻ കണ്ടുപിടിച്ചാൽ ആ ക്യാൻസറിനെ ടു സം എക്സ്റ്റെന്റ് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി മെഡിസിനും ഡയറ്റും ഒക്കെ. ഇപ്പൊ നമ്മുടെ പല ഗ്രേറ്റ് സയൻസും അവർക്ക് ലൈക്ക് രമണ മഹർഷി, അപ്പൊ ഇപ്പം തന്നെ നമ്മുടെ അടുത്ത കാലത്ത് നിർമ്മലാനന്ദഗിരി സ്വാമിജി, അപ്പൊ ഇവരെല്ലാം തന്നെ മനുഷ്യ രാശിയുടെ വലിയ നന്മയ്ക്ക് വേണ്ടി ചെയ്തവർ. പക്ഷെ അവർക്ക് മാഡം പറഞ്ഞ റീസൺ ആയിരിക്കില്ല. അപ്പൊ അത് മറ്റുള്ള ആളുകളുടെ നെഗറ്റിവിറ്റി സ്വീകരിക്കുന്നതിന്റെ ഡ്രോപ്പിംഗ് ആയിരിക്കും. അതും ആവാൻ വഴിയുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അത് ഫീൽ ചെയ്യണില്ല. അതെ, അത് ശരിയാ.
നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണു അവരിങ്ങനെ സഫർ ചെയ്യണമെന്ന്. പക്ഷെ അവർക്ക് അതൊരു സഫറിങ് അല്ല. ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ദർ സ്പിരിച്വൽ ബോഡീസ്, നോട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡീസ്. അതെ അതെ. പക്ഷെ എങ്കിലും ഇങ്ങനെ വരുമ്പോഴ്, കാരണം രമണ മഹർഷി നല്ല പെയിൻഫുൾ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. Pain is not painful. അതെ അതെ അതെ. He is accepting that pain as something which he has to go through for moksham. അതെ അതെ അതെ. ഒരു ഫൈനൽ ബാരിയർ അതങ്ങ് തീർക്കുകയാണ്, ഇവിടുത്തെ കർമ്മം തീർക്കുകയാണ്. അത് വിത്ത് അവയർനെസ് ആണ്, ഫുൾ അവയർനെസ് ആണ്. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യണത് ഫുൾ അവയർനെസ് ഇല്ല. എങ്ങനെയെങ്കിലും ഇതിന്ന് പിന്നെ വെളിയിൽ വരണം എന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ ഓരോ ഇൽനെസ് നോക്കണത്. പക്ഷെ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് വിത്ത് ഫുൾ അവയർനെസ്. ഇത് എനിക്ക് ഇങ്ങനെ തന്നെ ഞാൻ മരിക്കും, അത് അറിഞ്ഞും കൊണ്ടാണ്. അതെ 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 അതെ. അപ്പോൾ ഇത്രയും ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കുന്നത്, ഇപ്പൊ ആഫ്റ്റർ ലൈഫ്, അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് പലരും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ബർത്തുകളിൽ. സ്റ്റിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവിതം ഒരു മിസ്റ്ററിയാണ്. അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് അനദർ മിസ്റ്ററി. കാരണം ഞാൻ മരിക്കുമ്പോഴേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ എന്നാണ് നമുക്കിപ്പോൾ നോർമലി പറയാൻ പറ്റുന്നത്. മരിച്ചിട്ട് തിരിച്ചു വന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പലതും അതൊരു ഫിക്റ്റീഷ്യസ് സ്റ്റോറി ആയിട്ട് മാത്രം നോക്കുന്നു. അപ്പം അവിടെ ആണ് നമുക്കിപ്പം ഖുർഷിദ് ഭവനാഗിരിയെ പോലുള്ള ആളുകളുടെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഈ കുറെ ലേയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ ആരെങ്കിലും പാസ്റ്റ് ലൈഫിലേക്ക് അല്ലാതെ ഈ ഫർദർ ലൈഫിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഫ്യൂച്ചർ ലൈഫിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് Yeah, that's okay. But still, അങ്ങനെ ഒരു സംഗതി, കാരണം ബ്രയറിന്റെ ബുക്കിലൊക്കെ പറയുന്നത് ചെയ്യാം. That is called progressive regression. Regression അല്ല, it's a progression. അതെ അതെ അതെ. It is not regression, it is going forward. അത് ഷോർട്ട് ടൈം ചെയ്യാം. പിന്നെ ആസ് എൻ എക്സാമ്പിൾ, ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 3 months ഹൗ ആർ യു ബിഹേവിംഗ് എന്ന് പറഞ്ഞ് പ്രോഗ്രഷൻ ചെയ്യാം. അപ്പൊ അവർക്ക് മനസ്സിലാവും അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ ലൈഫ് ഇരിക്കുന്നതെന്ന്. അപ്പൊ ദറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ഫോർ ദം ടു ഗോ. അത്രയൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ പേഴ്സണലി that is not in my karma. Okay. I am interfering with that person's karma. But അയാൾക്കൊരു സംതിങ് കോൾഡ് ഫ്രീ വിൽ ഉണ്ടല്ലോ. അല്ല, മാഡത്തിന്റെ ഒരു പ്രോഗ്രഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്തായിരിക്കും എന്നുള്ള? I don't want to see. എന്തെങ്കിലും ക്യൂരിയോസിറ്റി വേണ്ടേ ജീവിതത്തിൽ? അല്ലെങ്കിൽ ജീവിതം എന്തൊരു ഡള്ളായി പോകും. അതെ അതെ. സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചിട്ടിരിക്കും പോലെ പിന്നെ അതിനൊരു രസമില്ല. ബ്രില്യന്റ് ആൻസർ. എന്തെങ്കിലും നമ്മള് ഒരു ക്യൂരിയോസ്. കാരണം ഇന്നലെ മെനയാന്ന് നമ്മുടെ ശുഭാംശു ശുക്ല, അദ്ദേഹം മറ്റേ ഈ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് താഴേക്ക് നോക്കിയിട്ട് ഭൂമി എന്ന് പറഞ്ഞ ഒരൊറ്റ വീടായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നുന്നു. അപ്പൊ ഇവിടെ ഈ ആളുകൾ ഫൈറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് റിലീജിയൻസും കൾട്ടുകളും ഇതൊന്നും മുകളിൽ നോക്കുമ്പോഴൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അതായത് നിത്യനരകം, നിത്യമായ സ്വർഗം, പിന്നെ ആ വഴി ഈ വഴി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആണ് പെണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അമേരിക്കക്കാർ, നീഗ്രോകൾ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ മാഡത്തിന്റെ കോൺസെപ്റ്റിൽ ഈ ഡെത്ത് നമ്മൾ തന്നെ വിളിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് എനർജി എന്നാണ്. അപ്പൊ ഈ ട്രാൻസ്ഫർ കഴിയുമ്പോൾ എന്തായിരിക്കും അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും അതിനെക്കുറിച്ച്? You go back to your soul group. Yeah, definitely there will be people to assist us. Of course. Masters will be there. Masters or even your ancestors or divinity. അപ്പൊ ഈ ancestors എന്ന് പറയുമ്പോൾ അവര് റീബർത്ത് എടുത്ത ആൾക്കാരാണെങ്കിലും at the soul level they are still connected, no? Oh. Of course. The soul level never forgets. സോളിന് അറിയാം. ഇപ്പൊ 3000 ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3000 ജന്മവും സോളിന് അറിയാം. അപ്പൊ at some level my mother is attached to me. So that part of the soul can take me. Okay, അപ്പൊ അതിപ്പോ റീബർത്ത് എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പലരും ഇപ്പം മരിക്കാൻ സമയത്ത് പറയും, പിന്നെ എന്റെ ആര് വന്നിട്ട് എന്നെ കൊണ്ടുപോയി ഇതൊക്കെ പറയില്ലേ. അത് വെറും സ്റ്റോറി അല്ല. അല്ല, ഞാൻ ചോദിച്ചത് അതുമല്ല, അത് നമ്മുടെ അവയർനെസ്സും ആവാൻ ചാൻസ് ഉണ്ട്.
If my belief is that my mother is going to come and take me, I will see my mother in whatever form. Okay. But that is a higher energy at the moment because she is no longer in the body. അപ്പൊ ആ അമ്മയുടെ സോള് is somewhere in the universe. Okay. ആ ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് മരണം സംഭവിച്ച ഒരാള്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ അമ്മ ഇപ്പൊ ഒരു 1.5 വർഷം മുമ്പ് ഷി ഹാസ് ഗോൺ. അപ്പൊ ഞാനിപ്പോ ഒരു നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മ അപ്പോഴും അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻസ് റീബർത്ത് എടുത്തിട്ടില്ല എങ്കിൽ, അപ്പൊ റീബർത്ത് എടുത്തിട്ടുണ്ടെങ്കിലും that part of, because it is in your awareness. What is in your awareness will show up as your awareness. അത് അമ്മ തന്നെ ആണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഏതെങ്കിലും ഒരു എനർജി അമ്മയുടെ ഫോർമാറ്റിൽ വരും. നമ്മൾ കാണുന്നത് അമ്മയായിട്ടാണ്, പക്ഷെ അത് സെയിം സോൾ ഗ്രൂപ്പ് ആയിരിക്കും. Because these are karmic relationships, especially mother, because you are physically connected to her. So that never cuts. And അതുകൊണ്ട് ആ അമ്മയുടെ ഒരു ഊർജം എപ്പോഴും നമ്മുടെ കൂടെ കാണും. Actually you can get in touch without any problem. ഒരു വലിയ ഡിവൈൻ എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. കാരണം ഐ ബിലീവ്, കാരണം ലാസ്റ്റ് ടൈമിൽ അമ്മ കാണിച്ച ഫാമിലി കോൺസ്റ്റലേഷനിൽ അത് ചെയ്യാം. യു കൻ ആക്ച്വലി സീ ഇറ്റ്. അമ്മ എന്താണ് മെസ്സേജ് തരണതെന്ന് വരെ പറയും. അപ്പോ അമ്മ ലാസ്റ്റില് അമ്മ ഒരു ട്രാൻസ്റ്റേജിലായിരുന്നു. ആ സമയത്ത് കുറെ മുദ്രകൾ, അപ്പൊ അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ഞാൻ ഒത്തിരി ആൾക്കാരെ കാണിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ മുദ്രകൾ അമ്മ ഇങ്ങനെ കൈവച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു ഹയർ ഇതായിരുന്നു എന്നുള്ളത് ആണ്. അങ്ങനെ ഒരു soul is always at a higher level. Because soul can tap into other souls and other energy beings. നമ്മളെ മാതിരിയല്ല, നമുക്കാണ് കൺസ്ട്രക്ഷൻസ് ഉള്ളത്. At the soul level we can actually connect with anything you want. So when it is the transition period, you're actually ready to tap into any energy at all. Okay.